കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 7, 15 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ച് ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. കർത്താവിൻ്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് തിരുസഭയിൽ അനുസ്മരിക്കുന്ന 2 വിശുദ്ധര്, 2 പേരും സഹോദരങ്ങളാണ്. റോമിൽ വെച്ച് രക്തസാക്ഷികളായിട്ടുള്ള സഹോദരങ്ങൾ, യോഹന്നാനും പൗലോസും. ഇവിടെ സ്ലീഹാമാരല്ല, യോഹന്നാനും പൗലോസും റോമിൽ രക്തസാക്ഷിത്വം ഏറ്റെടുത്ത 2 വ്യക്തികളാണ്. ഇവര് ഇപ്രകാരം ചെയ്യാനുള്ള കാരണം, മതത്യാഗം വിശ്വാസത്യാഗമൊക്കെ ചെയ്ത് ഒരുപാട് അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തികളെ അവരുടെ തന്നെ കൺമുമ്പിൽ കാണുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹാരാധന പോലുള്ള കാര്യങ്ങൾക്ക് പോയാൽ ചിലപ്പോൾ കാര്യം നടക്കുന്നു. അപ്പം അങ്ങനെ നേട്ടമുണ്ടാകുന്നത് കണ്ടവരാണ്. ഇനി ജൂലിയൻ ചക്രവർത്തി, അദ്ദേഹം പോലും ക്രിസ്ത്യാനിയായിരുന്ന അദ്ദേഹം പോലും ആ വിശ്വാസം പരിത്യജിച്ചിട്ട് ഇങ്ങനെയുള്ള നേട്ടങ്ങളുടെ പുറകെ പോയി. ഇനി അങ്ങനെ ചുറ്റുപാടുമുണ്ടായിരുന്നവരൊക്കെ ഈ ഒരു കാഴ്ചപ്പാടിൽ ജീവിച്ചപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിലുള്ള സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോയവർ. അവർക്ക് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു. എന്നാൽ അവർക്ക് ലഭിച്ചത് വളരെ വലിയ ബഹുമതിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജൂലിയൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവസാന നാളുകളിൽ അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായി. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, നീ പറഞ്ഞത് തന്നെയാണ് സത്യം, നിന്നിലുള്ള വിശ്വാസം തന്നെയാണ് യഥാർത്ഥ നേട്ടം തരുന്നത് എന്ന് വിളിച്ചു പറയേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഈ ചക്രവർത്തി. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ ക്ലേശങ്ങൾ വന്നാൽ യേശുവിനെ അനുഗമിച്ച് യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നതിൻ്റെ ഭാഗമായി സഹനങ്ങൾ ക്ലേശങ്ങൾ വരുമ്പോൾ അത് സന്തോഷത്തോടെ എടുക്കാൻ വേണ്ട ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ചില മാർഗങ്ങൾ കാണിച്ചു തന്നിട്ട് അവിടെ ചെന്ന കാര്യം നടക്കും എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടുവല്ല ചെയ്യേണ്ടത്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും വ്യാജം സമ്പൂജ്യമായിട്ട് കാണരുത്. വ്യാജ പ്രവാചകന്മാരും വ്യാജമായിട്ടുള്ള രീതികളിൽ കാര്യങ്ങളൊക്കെ നടത്തിത്തരാൻ കഴിവുള്ളവരുണ്ടാകാം. ജെറമ്യായുടെ പുസ്തകം 23-ാം അധ്യായം വായിച്ചാൽ അവിടെ ഈ വ്യാജപ്രവാചകന്മാർക്കുള്ള ശിക്ഷയും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവര് ദൈവത്തിൽ നിന്ന് കേൾക്കാത്തത് ദൈവത്തിൽ നിന്ന് കേട്ടെന്നും പറഞ്ഞ് ആൾക്കാർക്ക് വ്യാമോഹം കൊടുത്തു. ഇനി അങ്ങനെയുള്ളവർക്ക് വരാനിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനവരെ കാഞ്ഞിരം തീറ്റും, ഞാനവരെ വിഷം കുടിപ്പിക്കും. ചെറിയ ശിക്ഷയൊന്നും അല്ല എന്ന് നമുക്കറിയാം. കാരണം ആ പാപവും ചെറുതല്ല, അത്ര ഗൗരവമുള്ള പാപമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശിക്ഷ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ദേവാലയത്തിൽ ഒരു ഗ്രന്ഥം കണ്ടെത്തിയതും രാജാവും അതുപോലെ തന്നെ മറ്റ് ജനവും ഒരുമിച്ച് കൂടി അവിടെ ആ ഗ്രന്ഥം വായിച്ച് അതിനകത്തുള്ള കാര്യം വ്യാഖ്യാനിച്ച് കിട്ടാൻ ആഗ്രഹിച്ച ഒരു രംഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, അവിടെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, പൂർവികരുടെ പാപം മൂലം ദൈവകോപം നമുക്കെതിരെ ഉയർന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്കതിനെ പരിഹാരം ചെയ്യണം. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു സന്ദേശം, നമ്മുടെയൊക്കെ മുൻ തലമുറ അവർ ചെയ്ത ചില പാപത്തിൻ്റെ
കോപം നമ്മുടെ മേൽ ഇനിയും ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്താൽ അതിനകത്തു നിന്നൊക്കെ നമുക്ക് മോചനം പ്രാപിക്കാവുന്നേ ഉള്ളൂ. എൻ്റെ അപ്പനായിട്ട് ഒരു ലോൺ എടുത്ത് അപ്പം മരിച്ചുപോയി. പക്ഷേ ലോൺ ഇപ്പോഴും നിൽക്കുകയാണ്. ആരെങ്കിലും അത് വീട്ടുന്നില്ലെങ്കിൽ വീടും സ്ഥലമൊക്കെ ജപ്തിയായിട്ട് പോകുമെന്ന് നമുക്കും അറിയാം. പറയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലമുറ വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു കടമ നമുക്കുണ്ട്. മുൻ തലമുറ നന്നായിട്ടൊക്കെ ജീവിച്ചെങ്കിൽ അതിൻ്റെ പേരിൽ കിട്ടുന്ന അഭിമാനം നമ്മൾ നിരസിക്കാറൊന്നുമില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ മൂലം വന്നിരിക്കുന്ന, അവരുടെ പാപത്തിൻ്റെ കെടുതി മൂലം വന്നിരിക്കുന്ന ആ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അതിന് നമ്മൾ പരിഹാരം ചെയ്യാൻ തയ്യാറാകണം, പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ളിടത്ത് ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും എന്നുള്ളത് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ശക്തമായ ഭാഷയിൽ അപലപിക്കുന്ന ഒന്നാണ് വ്യാജം. നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവം സത്യവാനാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, സകലരും വ്യാജം പറഞ്ഞാലും വ്യാജം കാണിച്ചാലും ദൈവം സത്യവാനായി തന്നെ തുടരും. ഇന്ന് ചിലർക്ക് ഭൂരിപക്ഷം ചെയ്യുന്നത് അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് വിചാരിക്കും. വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഭൂരിപക്ഷത്തോട് ചേർന്ന് പാപം ചെയ്യരുത്. അപ്പം അതുകൊണ്ട് ഭൂരിപക്ഷം ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് ഓടിപ്പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഭൂരിപക്ഷം അല്ല, സകലരും, സകല മനുഷ്യരും വ്യാജം കാണിച്ചാലും ദൈവം സത്യവാനായി തുടരും. ഈ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്ന എപ്പോഴാണ്? ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സത്യമായിട്ട്, സത്യത്തിൽ ജീവിക്കുക. ദൈവം സത്യമാണ്. അതുകൊണ്ട് അതിനെ സത്യത്തെ സംപൂജ്യമായിട്ട് കാണുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കളുടെ ഗണത്തിൽ പെടുന്നത് എന്ന് നാം തിരിച്ചറിയണം. വ്യാജപ്രവചനം, കള്ളത്തരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് വെറുക്കുന്നൊരു കാര്യമാണ്. സക്കറിയ 5-ാം അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 4 വചനങ്ങൾ എടുത്താൽ ഒരു പറക്കുന്ന ചുരുളിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ചുരുള് ഞാൻ അയക്കും. ആരുടെ മേലെന്ന് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. കള്ളന്മാരുടെ മേൽ, കള്ളത്തരം കാണിക്കുന്നവര്, വ്യാജം പറയുന്നവര്, വ്യാജപ്രവചനം നടത്തുന്നവര്, അങ്ങനെയുള്ളവരുടെ മേൽ ഈ ചുരുള് ഞാൻ അയക്കും. അതവിടെ ചെന്നിട്ട് അവൻ്റെ വീട് കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാക്കും. അങ്ങനെയാണ് സക്കറിയ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പറയുണ്ട്, സത്യം അതാണ് ദൈവമക്കൾക്ക് ഭൂഷണം. പ്രഭാഷകൻ 4:28 പറഞ്ഞിട്ടുണ്ട്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. ഇങ്ങനെ പറഞ്ഞിരിക്കെ 50 രൂപയ്ക്ക് വേണ്ടി നുണ പറയാനോ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കാനോ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ നമ്മൾ ദൈവമക്കളുടെ പദവി അലങ്കരിക്കാൻ യോഗ്യരാണോ എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. ഇനി വ്യാജത്തിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ടാവും. അവരുടെ കെണിയിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ പ്രഭാഷകൻ 6-ാം അധ്യായം 8-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. നടിക്കുന്നവര്, യഥാർത്ഥമല്ല, സൗകര്യം നടിക്കുന്നവര്, അവരുടെ കെണിയിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പറയുണ്ട്, നല്ല സുഹൃത്തുക്കളായിട്ട് നമ്മൾ ആരെങ്കിലും എടുക്കുമ്പോൾ നന്നായിട്ട് അവരെ മനസ്സിലാക്കി എടുത്ത് അവരുമായിട്ടുള്ള സൗഹൃദം അത് പണിതുയർത്താൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 26:23 എടുക്കുമ്പോൾ അവിടെ ഇതുപോലെ ഒരു സന്ദേശമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, വ്യാജഹൃദയം, മലിന ഹൃദയം മറച്ചു വെച്ച് മധുരവാക്കുകൾ പറയുന്ന ആൾക്കാരുണ്ടാവും. അവരുടെയും കെണിയിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഒത്തിരി പേർക്ക് പറ്റിയിരിക്കുന്ന ഒരു കാര്യം എക്സ്റ്റേണൽസ്, പുറമെ എന്താണ് അത് മതി, ആകെ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. മത്തായി 23 പറഞ്ഞിരിക്കുന്നത്, നീ നിന്റെ ബാഹ്യഭാവം ശുദ്ധീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഉള്ളു മലിനമാണ്. നീ ശവകുടീരം പോലെയാണ്, പുറത്ത് നല്ല പോലെ വൈറ്റ് വാഷൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അകം മലിനമാണ്. നമുക്കറിയാമല്ലോ, കർത്താവ് ഉള്ളു പരിശോധിക്കുന്ന ഒരു ദൈവമാണ്. പറയുണ്ട്, പുറമല്ല
അകമാണ് നമ്മൾ വെടിപ്പാക്കേണ്ടത്. അകവും പുറവും ഒരുപോലെ വെടിപ്പായിരിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഒരു കാപട്യം കർത്താവ് വെറുക്കുന്നൊരു കാര്യമാണ്. സങ്കീർത്തനം 119 113 നമ്മൾ വായിക്കുന്ന അതാണ്. കാപട്യം കർത്താവ് വെറുക്കുന്നു, സത്യസന്ധരെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തും. കാരണം ദൈവം സത്യവാനാണ്, ദൈവമക്കളും സത്യസന്ധരാകണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ പ്രഭാഷകൻ 4:28 എൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്നുള്ള അബോധ്യത്തോടെ മരിക്കേണ്ടി വന്നാലും ഇനിമേൽ ഞാൻ സത്യം വെടിയുകയില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.